ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായേ, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയേ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാടിൻ്റെ കാവൽ ദൈവവും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആപദ് ബാന്ധവനുമാണ് ശ്രീ വിഷ്ണുമായ സ്വാമി. ഭക്തരുടെ സങ്കടങ്ങൾ കേട്ടാൽ ഓടിയെത്തുന്ന നിഷ്കളങ്കനായ ഭഗവാൻ. എന്നാൽ ചിലപ്പോഴൊക്കെ നാം എത്ര ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടും ഫലം കാണുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ജീവിതത്തിൽ ദുരിതങ്ങൾ ഒഴിയാതെ നിൽക്കുന്നുണ്ടോ? കാരണം മറ്റൊന്നുമല്ല, നാം പോലും അറിയാതെ നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ചില വലിയ തെറ്റുകളാകാം ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്കെത്തുന്നതിനെ തടയുന്നത്. വിഷ്ണുമായ സ്വാമി എത്രത്തോളം കരുണാമയനാണോ അത്രത്തോളം തന്നെ കോപോപിയുമാണ്. നീതിക്കും ധർമ്മത്തിനും നിരക്കാത്തത് കണ്ടാൽ സ്വാമി പൊറുക്കില്ല. ഇന്ന് നാം നോക്കാൻ പോകുന്നത് വിഷ്ണുമായ സ്വാമിയെ കോപിപ്പിക്കുന്ന, നമ്മുടെ അനുഗ്രഹം തടയുന്ന ആ പിഴവുകൾ എന്തൊക്കെയാണ് എന്നാണ്. ദൈവം ഇതിലൂടെ നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായും കാണുക. ഒന്നാമത്തെ കാര്യം, അഹങ്കാരവും മറ്റുള്ളവരെ വഞ്ചിക്കുന്ന സ്വഭാവവും. വിഷ്ണുമായ സ്വാമി നീതിയുടെ ദേവനാണ്. തന്റെ ഭക്തർ സത്യസന്ധരായിരിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം കാര്യത്തിനു വേണ്ടി മറ്റുള്ളവരെ ചതിക്കുന്നതും പാവപ്പെട്ടവരെ ഉപദ്രവിക്കുന്നതും സ്വാമിയുടെ കടുത്ത കോപത്തിന് കാരണമാകും. എനിക്ക് പണമുണ്ട്, പ്രതാപമുണ്ട് എന്ന അഹങ്കാരത്തോടെ ഭഗവാന്റെ മുന്നിൽ ചെന്നാൽ ഒരു പുൽക്കൊടി പോലും അനങ്ങില്ല. മനസ്സിലെ അഹങ്കാരം വെടിഞ്ഞ് ശൂന്യമായ മനസ്സോടെ വേണം ഭഗവാൻ മുന്നിൽ നിൽക്കാൻ. രണ്ടാമത്തെ പിഴവ്, നേർച്ചകളും വഴിപാടുകളും മറക്കുന്നത്. പലരും ആപത്ത് വരുമ്പോൾ, സ്വാമിയെ എന്നെ കാത്തോളനേ, ഞാൻ ഈ വഴിപാട് ചെയ്തോളാം എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കും. എന്നാൽ ആഗ്രഹിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ ആ നേർച്ചയുടെ കാര്യം പാടെ മറക്കും. വിഷ്ണുമായ സ്വാമിക്ക് നൽകുന്ന വാക്ക് ലംഘിക്കുന്നത് വലിയ ദോഷങ്ങൾ വിളിച്ചു വരുത്തും. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും പറഞ്ഞ വാക്ക് പാലിക്കാൻ ശ്രമിക്കുക. അത് ഒരു പിടി അവിലോ ഒരു വിളക്കോ ആകട്ടെ, വാക്ക് തെറ്റിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, ശുദ്ധിയില്ലായ്മയും ആചാരലംഘനവും. വിഷ്ണുമായ സ്വാമിയെ ഉപാസിക്കുന്നവരോ പ്രാർത്ഥിക്കുന്നവരോ ശരീരശുദ്ധിയും മനഃശുദ്ധിയും കർശനമായി പാലിക്കേണ്ടതുണ്ട്. അശുദ്ധിയോടെ സ്വാമിയുടെ വിളക്ക് കൊളുത്തുന്നതും വ്രതമെടുത്തിട്ട് അത് ലംഘിക്കുന്നതും അനുഗ്രഹം തടയുന്ന വലിയ പിഴവുകളാണ്. മദ്യപാനം പോലുള്ള ദുശീലങ്ങളുള്ളവർ ഭഗവാന്റെ കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉചിതം. നാലാമത്തെ വലിയ പിഴവ്, മാതാപിതാക്കളെയും സ്ത്രീകളെയും നിന്ദിക്കുന്നത്. ശിവന്റെയും പാർവതിയുടെയും പുത്രനാണ് വിഷ്ണുമായ. മാതൃഭക്തിയുടെ ഉത്തമ ഉദാഹരണമാണ് സ്വാമി. സ്വന്തം പെറ്റമ്മയെയും പോറ്റച്ഛനെയും പട്ടിണിക്കിട്ടിട്ട് വിഷ്ണുമായ സ്വാമിക്ക് 1000 രൂപയുടെ വഴിപാട് കഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. സ്ത്രീകളെ അപമാനിക്കുന്നതും അവരോട് മോശമായി പെരുമാറുന്നതും ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല. നിങ്ങളുടെ വീട്ടിലെ സമാധാനമാണ് ഭഗവാൻ ആദ്യം നോക്കുന്നത്. അഞ്ചാമത്തെ കാര്യം, വിശ്വാസമില്ലായ്മയും ദുർമന്ത്രവാദങ്ങളും. ചിലർ വിഷ്ണുമായെ ആരാധിക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ വേണ്ടി മാത്രമാണ്. സ്വാമി ധർമ്മത്തിന്റെ പക്ഷത്താണ് നിൽക്കുക. അകാരണമായി ഒരാളെ ഉപദ്രവിക്കാൻ സ്വാമിയെ വിളിച്ചാൽ ആ പ്രവൃത്തി തിരിഞ്ഞ് വിളിച്ചയാളെ തന്നെ ബാധിക്കും. അതുപോലെ തന്നെ ഇതൊക്കെ സത്യമാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഭഗവാനെ വിളിക്കരുത്. പൂർണ്ണ വിശ്വാസമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ വിഷ്ണുമായ സ്വാമി വലിയൊരു കോപിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവം നിങ്ങളോട് പറയുന്നത് അതല്ല. ഭഗവാൻ പറയുന്നു, മക്കളെ, എനിക്ക് നിങ്ങളുടെ സമ്പത്തോ വലിയ വലിയ പൂജകളോ ആവശ്യമില്ല.
കളങ്കമില്ലാത്ത നിങ്ങളുടെ മനസ്സാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ ഇതുവരെ പറഞ്ഞ തെറ്റുകൾ അറിയാതെ ചെയ്തു പോയിട്ടുണ്ടാകാം. വിഷമിക്കേണ്ട. ഭഗവാന് മുന്നിൽ മനമുരുകി ഒന്ന് മാപ്പ് ചോദിക്കുക. സ്വാമിയെ, അറിയാതെ പറ്റിപ്പോയ തെറ്റുകളാണ്, പൊറുക്കേണമേ എന്ന് ഒരു തുള്ളി കണ്ണുനീരോടെ വിളിച്ചാൽ ഓടിയെത്തി അനുഗ്രഹിക്കുന്നവനാണ് വിഷ്ണുമായ ഭഗവാൻ. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക. ഇന്നു തന്നെ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ഒരു വിളക്ക് കൊളുത്തി മനസ്സിലെ ഭാരങ്ങളെല്ലാം സ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിലുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. ഭഗവാനോടുള്ള നിങ്ങളുടെ ഭക്തി അറിയിക്കാനായി കമന്റ് ബോക്സിൽ ഓം വിഷ്ണുമായ സ്വാമിയെ ശരണം എന്നോ ഓം പ്ലീം വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ നമമ എന്നോ കുറിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ആത്മീയ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കുമുണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.